നാളെ നടക്കുന്ന 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1, 2, 3, 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ചോദ്യത്തിന്റെ കൂടെ ഉത്തരങ്ങളും അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കേൾക്കേണ്ടതാണ്. ആദ്യമായിട്ടുള്ള ചോദ്യം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. വലത് കാൽ വെച്ച് പ്രവേശിക്കുക, ഇടത് കാൽ വെച്ച് ഇറങ്ങുക, അഫ്നിയത്തക്കും, മിസ്വാക്ക് ചെയ്യണം, തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, ബിമാ കസബത്ത് ഐദിന്നാസ്. ഒന്നിൽ വൃത്തിയുള്ള ശരീരത്തിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് പേജ് നമ്പർ 5 പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മിസ്വാക്ക് ചെയ്യണം, അതാണ് ശരിയായ ഉത്തരം. 2, വൃത്തിയുള്ള കൽബിന്. അതേ പേജില് 5ാമത്തെ പേജ് മറിക്കൂ. 5ാമത്തെ പേജില് വൃത്തിയുള്ള കൽബിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിബർ, ഹസദ്, റിയാവ്, ശിർക്ക് മുതലായവ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനം നന്മകൾ മാത്രമായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇനി അടുത്ത ചോദ്യം, വീട്ടിലേക്ക് കയറുമ്പോൾ ആ പാഠം നമുക്ക് നോക്കാം. വീട്ടിലേക്ക് കയറുമ്പോൾ ആ പാഠത്തില് പറയുന്നുണ്ട്, 7ാമത്തെ പേജില് പാഠം 2, വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക. അതാണ് അതിന്റെ ആൻസർ. 3 നമ്മൾ പറഞ്ഞു, വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക. 4, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇടത് കാൽ വെച്ച് ഇറങ്ങുക. 5, ലഹറുൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ. ലഹറുൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, അത് ഏത് പേജിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. ലഹറുൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി ഇവിടെ മിസ്സായിട്ടുണ്ട്. ബിമാ കസബത്ത് ഐദിന്നാസ്, അതാണ് അതിൽ കൂട്ടിച്ചേർക്കേണ്ടത്. 4ാം പാഠത്തിൽ പേജ് നമ്പർ 13 പറയുന്നുണ്ട്. 6ാമത്തെ നെല്ലീഫു എന്നുള്ളത് നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 1ാമത്തെ പാഠം മറിക്കും. 1ാമത്തെ പാഠത്തില് 5ാമത്തെ പേജ്, നെല്ലീഫു അഫ്നിയത്തക്കും. കുട്ടികൾ എഴുതി പഠിക്കുക. അതിന്റെ അർത്ഥം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. 2 വീതം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ നമ്മൾ എഴുതണം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ എവിടെയാണ് നമ്മൾ ആ പാഠം പഠിച്ചതെന്ന് നോക്കാം. 3ാം പാഠത്തില് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 3ാം പാഠത്തില് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. 8 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടതുള്ളൂ. 1, സഹജീവികളെ സംരക്ഷിക്കുക. 3ാം പാഠത്തിലെ പേജ് നമ്പർ 10, 11 പേജുകളിൽ അതിന്റെ ഉത്തരം കാണാം. 1, സഹജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക, മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക.
ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളെ എഴുതേണ്ടതുള്ളൂ. രണ്ട്, പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ. പ്ലാസ്റ്റിക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ 4-ാം പാഠത്തില് പറയുന്നുണ്ട്. 4-ാം പാഠം എല്ലാവരും നോക്കും. 4-ാം പാഠത്തില് 12-ാമത്തെ പേജ്. അതില് പ്ലാസ്റ്റിക് എങ്ങനെ നിയന്ത്രണ വഴികൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. 12-ാം പേജിലല്ല, 13-ാം പേജിൽ. പാഠം 4-ല് 13-ാം പേജില് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് നിങ്ങൾക്ക് എളുപ്പമുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. പാഠം നമുക്കൊന്ന് വായിച്ചു നോക്കാം. തുണി സഞ്ചി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. 3, പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. 3, പ്ലാസ്റ്റിക് വഴി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അത് പാഠം 4-ല് 12-ാം പേജിൽ പറയുന്നുണ്ട്. അവിടെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. 100 കണക്കിന് വർഷങ്ങളും മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിന്റെ അംശങ്ങൾ എത്തും. ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. ഇനി 3-ാമത്തെ ചോദ്യം, ഉത്തരം ഏതാ? വൃത്തിയുള്ള പരിസരത്തിന് നാം ചെയ്യേണ്ടവ എന്തെല്ലാം? വൃത്തിയുള്ള പരിസരത്തെ കുറിച്ചിട്ട് എവിടെയാണ് പറയുന്നത്? 1-ാമത്തെ പാഠത്തില് പറയുന്നുണ്ട്. വൃത്തിയുള്ള പരിസരത്തിന് 1-ാമത്തെ പാഠത്തില് 5-ാമത്തെ പേജില് വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കണം. ഇവിടെ വൃത്തിയുള്ള കൽബിന്റെ കാര്യങ്ങൾ പറഞ്ഞു, വൃത്തിയുള്ള ശരീരം, വൃത്തിയുള്ള പരിസരം. ഇതില് 3 ഭാഗവും നമ്മള് അതുപോലെ നെർലിഫും അഫ്നിയത്തക്കും ഈ പേജ് മൊത്തം നമ്മൾ പരീക്ഷാ പേപ്പറിൽ ചോദ്യം വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ 4, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ വീട് എന്നുള്ള പാഠം 2-ല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 8 നോക്കുക. പേജ് നമ്പർ 8-ൽ പറഞ്ഞിരിക്കുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. ഇനി അടുത്ത ചോദ്യം, എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? പ്രകൃതിയിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ പ്രകൃതിയുടെ പാഠത്തിലേക്ക് പോകാം. പ്രകൃതിയെ കുറിച്ച് 3-ാം പാഠത്തിൽ പറയുന്നുണ്ട്. അതില് പ്രകൃതിയിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു 1-ാമത്തെ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും. ഇതാണ് അതിന്റെ ഉത്തരം. 4, സഅദ് റളിയല്ലാഹു അൻഹു നബി കണ്ട അമിതവ്യയം എന്തായിരുന്നു? സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കണ്ട അമിതവ്യയം എന്തായിരുന്നു എന്നാണ് ചോദ്യം. അതിന് ഉത്തരം എഴുതേണ്ടത്, സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നുകൂടി പറയാം, സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചു. ഇതാണ് അതിന്റെ ഉത്തരം. 5, പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ്? 2-ാമത്തെ വരി നോക്കുക. 4-ാം പാഠത്തിൽ 2-ാമത്തെ വരി, പ്രകൃതി ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. അപ്പൊ ആൻസർ എന്ത് എഴുതേണ്ടുള്ളൂ? പ്ലാസ്റ്റിക് എന്ന് മാത്രം എഴുതിയാൽ മതി. 4-ാമത്തെ ചോദ്യം പൂർത്തിയാക്കാം. മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്.
നാലാമത്തെ ഏത് പാഠത്തിലാ നോക്കാം? മരണാന്തരം പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മത്തെ കുറിച്ച് നമ്മൾ ഏത് പാഠത്തിൽ പഠിച്ചു? ഉത്തരം മൂന്നാം പാഠത്തില് 11ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഒരു ബോക്സ് ഒക്കെ ഇട്ട് കൊടുത്തണം. മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതിനുത്തരം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. വിഭവം കൊണ്ട് അമിത വ്യയം പോലും പ്രകൃതിയെ ഡാഷ്. വിഭവം കൊണ്ട് അമിത വ്യയം പ്രകൃതി എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ നശിപ്പിക്കലാണ്. അത് പാഠം 3 മൂന്നാമരുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. വിഭവം കൊണ്ട് അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. പാഠം നന്നായിട്ട് വായിക്കുക. പാഠത്തിലെ വരികള് ചോദിക്കുന്നുണ്ട്. 3 കിബർ, ഹസദ്, റിയായ്, ശിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ എന്ത് ചെയ്യണം? ഇതെവിടെ നോക്കാം. കിബർ, ഹസദ്, റിയായ്, ശിർക്ക് തുടങ്ങിയ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. അത് പാഠം 1 പേജ് നമ്പർ 5 കൊടുത്തിട്ടുണ്ട്. 4 പരിസരം സുന്ദരമാക്കാൻ നമ്മൾ ആ പാട്ട് ബൈത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ ബൈത്ത് പാടി പഠിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു വരിയാണ് ചോദിക്കുക. പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചെരിഞ്ഞിടും. ഈ 5 വരികളുണ്ട്. 5 വരികളും പാടി പഠിക്കുക. അതിൽ ഏതെങ്കിലും ഒരു വരി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ ബൈത്ത് പാഠം 1 പേജ് നമ്പർ 4 പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂരിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നി ഡാഷ്. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്റാണ്. പാഠം 2 പേജ് നമ്പർ 8 തുടക്കത്തില് 1ാമത്തെ വരി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽ. ഇത് പേജ് നമ്പർ 8 തുടക്കത്തിൽ 1ാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് നാളെ പരീക്ഷ ഉണ്ടാകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.